നമ്മളെ കടയിൽ സ്പെഷ്യലായിട്ട് മീൻകറി കൊടുക്കൂലേ, അത് മുളകിട്ടാണ് കൊടുക്കണേ കേട്ടോ. തേങ്ങരച്ച് വെക്കാറൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഊണിന് സൈഡായിട്ട് തേങ്ങരച്ച മീൻകറി കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ഇതെല്ലാം കൂടി അങ്ങനെ തേങ്ങരച്ച് കൂട്ടിക്കലക്കണ്ടാലാന്ന് ഓർത്തിട്ട് തേങ്ങരച്ച് ഉണ്ടാക്കാത്തത്. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം മീൻ വൈകുന്നേരമല്ല മീൻകറി വെച്ച് വെക്കണം. ഓർഡർ ചെയ്തപ്പോൾ എന്തോ പീസ് മീനാന്ന് പറഞ്ഞു, മോതേന്ന് പറഞ്ഞ മീനെന്ന് പറയും. എന്നാൽ പിന്നെ എന്ത് ഇച്ചിരി കുറച്ച് തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കാലാന്ന് ഓർത്തിട്ടാണ്. അപ്പം തേങ്ങ വറുത്തരക്കണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മറ്റെന്താണ് ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ്ട് ചൂടാക്കി എടുക്കണം. അല്ലാണ്ട് തേങ്ങ വറുത്ത് വരുമ്പോൾ മുളക് പൊടി ഇടുക അങ്ങനത്തെ പണിയൊന്നുമില്ല. എളുപ്പത്തിലുള്ള പണിയാണ് ഞാൻ ചെയ്യണത്. അതേപോലെ അല്ലേ, തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും വറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു തേങ്ങയുടെ പച്ച ചുവ നമ്മുടെ കറിയിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണത്. അതേ നമ്മുടെ തേങ്ങയൊക്കെ ഇതേപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ മീനെന്നറിയണ്ടേ, വേറെ ഒന്നുമല്ല കേട്ടോ. ഓർഡർ ചെയ്ത മീൻ മോതയെന്ന് പറയില്ല, പുളി മോതയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, കാരണം ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല മീനാണെന്ന് മീൻകാരനൊക്കെ പറഞ്ഞ്, എന്നാൽ പിന്നെ അത് മേടിച്ചതാണ്. അങ്ങനെ നമ്മളിനി ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു അരപ്പിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടേറിയ ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ, കുറച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കട്ടെ, എന്നിട്ട് അരക്കാനൊക്കെ പോകും. അപ്പോഴേക്കും ഒന്ന് കുതിർന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ ഞാൻ പുളി വെള്ളത്തിലേക്ക് ഇടാറുള്ളതാണ് കേട്ടോ. പക്ഷേ ഇന്ന് മറന്നുപോയി, അതുകൊണ്ടിട്ടാണേ. ഇനി തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം തന്നെ വരാട്ട് അരച്ചിട്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ചട്ടി അങ്ങോട്ട് ചൂടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ അരച്ച മീൻകറി പല വിധത്തിലൊക്കെ ചെയ്യും കേട്ടോ. തേങ്ങ അരച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കലക്കി ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇത് വേറെ സ്റ്റൈലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണം കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, നല്ല വല്ല പുകയൊക്കെ വന്നാൽ പിന്നെ പാടാണ്, പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മീൻകറിയുടെ റെസിപ്പി ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു തക്കാളിയും അതേപോലെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി ഇടുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ അരപ്പിൽ ഈ മുളക് പൊടി ഇട്ടിട്ടൊക്കെയാണ് അരച്ചെടുത്തത്. പക്ഷേ അരപ്പ് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഒഴിക്കുമ്പോഴേ കാണാനൊരു ഭംഗി വേണമല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ എണ്ണമയൊക്കെ ഒന്നും കൂടി അങ്ങനെ തെളിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു മോതയെന്ന് പറഞ്ഞാൽ മീനില്ലേ, ഒന്നില്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ വെക്കണം. അല്ലാണ്ട് മുളകിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങ അരച്ച് വെച്ചത് നന്നായെന്നാണ് തോന്നുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴാണ് ഞാൻ പുളിയൊക്കെ ചേർത്ത് കൊടുത്തേക്കണത്. ഇനി നമുക്ക് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മീൻ എന്തോരം എടുത്തേക്കണമെന്ന് നോക്കണം. പിന്നെ അതേപോലെ ഈ പുളിമോതയെന്ന് പറഞ്ഞ മീനൊക്കെ എന്ന് വെച്ചാൽ അധികം വേവില്ല, ദശക്ക് ഭയങ്കര കട്ടിയൊന്നുമില്ല, സോഫ്റ്റായിട്ടുള്ള മാംസമാണ്. അതുകൊണ്ടിട്ട് ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൂട്ടണില്ല കേട്ടോ. ഈ ചൂര കേര എന്ന പോലത്തെ മീനില്ലേ, ആ മീനൊക്കെയാണ് നല്ല വേവുള്ള. ഇതിനൊക്കെ ഒന്നും അധികം വേവൊന്നുമില്ല. ഇനി ഇതിലേക്കില്ലേ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കാനുള്ള, വെളുത്തുള്ളി ഇടാത്ത കറികൾ, ഇടണ കറികളൊക്കെ വേറെയൊക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണം. ഇനി നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചാറൊക്കെ തിളച്ചുകൊണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് പിറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ മീനിന് അധികം വേവൊന്നുമില്ല, അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കുറേ നേരിട്ടൊന്നും വേവിക്കില്ല കേട്ടോ. 1-2 തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണേണ്ട. പിന്നെ മീൻകറി എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിലല്ലേ പെട്ടെന്ന് അങ്ങോട്ട് നല്ല തിളച്ച് കഴിയുമ്പോഴില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല, വേവല്ല ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം, അപ്പോഴാണ് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണെന്ന് തോന്നുന്നു. ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ സബീനല്ലേ വെക്കണത്, കറക്റ്റാണ്ടിരിക്കണ എങ്ങനെയാണ്, വെറുതെ തള്ളിയതാണേ. ഈ കറിയില്ലേ
ഇപ്പം തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞത് മനസ്സിലാവില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും തൂക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. തേങ്ങ അരച്ച മീൻ കറി വേറെ സ്റ്റൈലിലൊക്കെ വെക്കും. അങ്ങനത്തെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടുകാരെ. അതേപോലെ തന്നെ കറി ഉണ്ടാക്കാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.